അടിയന്തരാവസ്ഥക്കാലത്ത് പോലീസിൽ നിന്ന് കൊടിയ പീഡനങ്ങൾ അനുഭവിച്ച തൃശൂരിലെ മുൻ രാഷ്ട്രീയ ജനതാ നേതാവ് മോഹനൻ അന്തിക്കാടിനുണ്ട് ഏറെ പറയാൻ. അടിയന്തരാവസ്ഥക്കാലത്ത് സർക്കാരിനെതിരെ ലഘുലേഖകൾ അടിച്ച് വിതരണം ചെയ്യുന്നുവെന്ന പരാതിയിലാണ് തൃശൂർ അന്തിക്കാടിന് സമീപം പടിയത്ത് ചേർത്തേടത്ത് മോഹനനെ വലപ്പാട് പോലീസ് അറസ്റ്റ് ചെയ്തത്. തുടർന്ന് ചാവക്കാട് സബ് ജയിലിൽ 1.5 വർഷം ജയിൽവാസം അനുഭവിച്ചു. അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതിന് 2 ആഴ്ച മുമ്പാണ് കോളേജിൽ ക്ലാസ് തുടങ്ങിയത്. 1-ാം വർഷ പ്രീ ഡിഗ്രിക്ക് നാട്ടിക കോളേജിൽ വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ ക്ലാസ്സിലെ അധ്യാപകൻ അടിയന്തരാവസ്ഥയ്ക്ക് ഉള്ള പുകഴത്തിലുമായി മുന്നോട്ട് പോയി ജയപ്രകാശ് നാരായണൻ ഫാസിസ്റ്റാണെന്നും അടിയന്തരാവസ്ഥ ഈ രാജ്യത്തിന് ഗുണകരമാണെന്നും 20 സാമ്പത്തിക പരിപാടി ഈ രാജ്യത്തിൻ്റെ നേട്ടം ഉണ്ടെന്നും പറഞ്ഞ് സംസാരിച്ചപ്പോൾ അദ്ദേഹത്തെ ഞാൻ എതിർത്ത് സംസാരിച്ചു. അവർ ഒരു ഗൂഢാലോചന നടത്തി കോൺഗ്രസിൻ്റെ അധ്യാപകരും എല്ലാം കൂടി ആണ് പരാതി കൊടുത്ത് എന്നെ ഒരു ദിവസം നവംബർ മാസത്തിൽ 4 മാസം കഴിഞ്ഞപ്പോഴാണ് ഞാൻ അറസ്റ്റിലാകുന്നത്. അവരെന്നെ പോലീസ് വാനിലേക്ക് വലിച്ചടിച്ച് കൊണ്ടുവന്ന് സ്റ്റേഷനിലെത്തിയപ്പോൾ SI 2 കയ്യും കൂട്ടി ചെകിടടിച്ച് എൻ്റെ ഒരു ചെവി എഡ്രമ് പൊട്ടുകയും അതിനെ തുടർന്ന് പിന്നീട് എന്നെ അവിടെ കിടത്തി കാലിൽ ബൂട്ട്സ് ഇട്ട് കാലുകൊണ്ട് ചവിട്ടിപ്പിടിച്ച് റൈറ്ററെ കൊണ്ട് ചവിട്ടിപ്പിടിപ്പിച്ച് പോലീസുകാരനെ കൊണ്ട് കാലുവെള്ളയിലടിക്കുകയും അപ്പോൾ റഫായി കിടക്കുന്ന ലോക്കപ്പിൻ്റെ ഉള്ളിൽ ഞാൻ കാല് വലിച്ചപ്പോൾ എൻ്റെ കാലിൽ ഉപ്പറ്റി 2 മുറിഞ്ഞ് ചോരൊഴുകയും അതിനുശേഷം പിന്നെ DYSP ഇരിങ്ങാലക്കുട DYSP വന്നപ്പോൾ ഇരിങ്ങാലക്കുട DYSP അടിയന്തരാവസ്ഥ മാറുമെന്ന് വിശ്വസിക്കുന്നുണ്ടെന്ന് ചോദിച്ചപ്പോൾ മാറ്റം അനിവാര്യമാണെന്നും മാറ്റം രാജ്യത്തുണ്ടായിട്ടുള്ളതാണെന്നും പറഞ്ഞപ്പോൾ നിന്നെപ്പോലുള്ളവരെ ഞങ്ങൾ കൊന്നാൽ പോലും ചോദിക്കാൻ ഈ രാജ്യത്ത് നിയമമില്ല, ഞങ്ങൾക്ക് എന്തും ചെയ്യാവുന്ന ഈ രാജ്യത്തെ ഒരു നിയമം ഞങ്ങൾക്ക് അനുകൂലമായിട്ട് ഞങ്ങളത് ഉപയോഗിക്കും. ഇന്നും ഞാൻ ആ വേദന അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ദിവസവും രാത്രിയിൽ ഉറങ്ങാൻ പറ്റാത്ത, പകലും ആ വേദന അനുഭവിക്കുന്ന സ്ഥിതിയിലാണ് ഞാൻ മുന്നോട്ട് പോകുന്നത്.